വികസനത്തിന്റെ സ്വാദ് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും അനുഭവിക്കണം. അതുകൊണ്ടാണ് സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് LDF സർക്കാർ പ്രഖ്യാപിച്ചത്. അതായിരുന്നു LDFിന്റെ കാഴ്ചപ്പാട്. നമ്മുടെ നാട് ഗ്രാമനഗര വ്യത്യാസം വലിയ തോതിലില്ലാത്തൊരു നാടാണ്. തിരുവനന്തപുരം വരെ ഒരു നഗരത്തിന്റെ ഭാഗമായി കിടക്കുന്ന പ്രദേശങ്ങൾ പോലെ ഒരു വലിയ നഗരമായി നിലകൊള്ളുന്നൊരു നാടാണ് കേരളം. ഇതിന്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ ആ കാഴ്ചപ്പാടിനനുസൃതമായാണ് കാര്യങ്ങൾ നീങ്ങിയത്. പറഞ്ഞു വന്നത് വ്യവസായ മേഖലയായതുകൊണ്ട് വ്യവസായ മേഖലയിൽ തന്നെ വന്ന മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ദുരവസ്ഥ വ്യവസായത്തിന് പറ്റിയ നാടല്ല എന്ന പ്രചരണമായിരുന്നു. പലരും ആ പ്രചരണം ഏറ്റുപിടിച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ അപ്പോഴും ദശാബ്ദങ്ങളായി വ്യവസായം നടത്തുന്നവരുണ്ട്. അതിൽ ചിലര് വൻകിട വ്യവസായികളാണ്. 2016 ഗവൺമെന്റിന്റെ ഭാഗമായി അതിനുശേഷം ഇത്തരം വ്യവസായികളുമായി സംവദിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അപ്പോൾ അവരുടെ യോഗത്തിൽ ഒന്നിലധികം യോഗങ്ങൾ. ആ യോഗത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ വ്യവസായ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അനുഭവം, എന്തെങ്കിലും ദുരനുഭവങ്ങളുണ്ടോ, ഞങ്ങൾ മാറ്റേണ്ടതായി വല്ലതുമുണ്ടോ, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവുകയും അഭിപ്രായം ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട ചില വ്യവസായികൾ, വൻകിട വ്യവസായികൾ, ദശാബ്ദങ്ങളായി തുടർന്നവർ, അതിലൊരാൾ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, ദശാബ്ദങ്ങളായി ഞാനിവിടെയുണ്ട്, ഞങ്ങളെ സ്ഥാപനം തൊടു കൊടുക്കുന്നതിൻ്റെ എണ്ണമൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ദിവസം പോലും തൊഴിലാളികൾ കാരണം ഞങ്ങൾക്ക് പണി സ്തംഭിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇതുപോലുള്ള പ്രതികരണം പലരിൽ നിന്നുമുണ്ടായി. പക്ഷേ നാട്ടിന് പുറത്തുള്ള പ്രചരണവും ഇവിടെ വ്യവസായം പറ്റുന്നതല്ല, വ്യവസായത്തിന് പറ്റിയ മണ്ണല്ല. യഥാർത്ഥത്തിൽ വളരെ ആരോഗ്യകരമായ അന്തരീക്ഷമാണ് വ്യവസായ രംഗത്ത് നിലനിന്നിരുന്നത്. പക്ഷേ ചിലതുണ്ടായിരുന്നു. ആ മാറേണ്ട ചിലതിൽ ഒന്ന് നോക്കുകൂലിയായിരുന്നു, മറ്റൊന്ന് മുഖ്യമന്ത്രി ഭരണ നേട്ടങ്ങൾ സംബന്ധിച്ച് 2016 മുതലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുകയായിരുന്നു. സർവീസ് സംഘടന
സർവീസ് സംഘടനയുടെ ഓഫീസിന്റെ ഉദ്ഘാടനമാണെങ്കിലും മുഖ്യമന്ത്രി വ്യാവസായിക അന്തരീക്ഷത്തെക്കുറിച്ചും വ്യവസായ സൗഹൃദ സാഹചര്യത്തെക്കുറിച്ചും അത് കേരളത്തിൽ എങ്ങനെ മാറ്റം വന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ IT വ്യവസായികളുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും അവിടെ ഒരിക്കൽ പോലും ഈ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഒരിക്കൽ പോലും തൊഴിൽ തടസ്സപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ജീവനക്കാർ ഇന്ന് സെക്രട്ടേറിയറ്റിൽ അവരുടെ ജോലി തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പരിശോധിച്ചു. തീർച്ചയായും വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇനി സർവീസ് സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.